അശ്വതി നക്ഷത്രക്കാർക്ക് 1201 ആണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നാളാണ് അശ്വതി. അശ്വതിക്കാരുടെ ഇപ്പോഴുള്ള സാമാന്യ ഗ്രഹസ്ഥിതി പറയുമ്പോൾ പ്രധാനമായിട്ട് 3-ാം ഭാവത്തിൽ വ്യാഴവും 5-ാം ഭാവത്തിൽ കേതുവും 11-ൽ രാഹുവും 12-ൽ ശനിയുമാണ് സഞ്ചാരം. 12-ലെ ശനി എന്ന് പറയുന്നത് 7.5 ശനിയുടെ ആരംഭകാലമാണ്. 3-ലാണ് വ്യാഴവും. വ്യാഴവും ശനിയും ഗോചരസ്ഥിതി അനുസരിച്ച് അനുകൂലമല്ല. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന അവസ്ഥയാണ് അശ്വതി നാളുകാർക്ക് അനുഭവപ്പെടുന്നത്. മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയായിക്കൊള്ളണമെന്നില്ല. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിന് ശ്രമിക്കുമ്പോഴും തടസ്സങ്ങളും പ്രതികൂലമായ സ്ഥിതിയും അനുഭവപ്പെടാൻ ഇടയുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ടായേക്കും. വിദേശ തൊഴിലിന് ശ്രമിച്ചാൽ അതിനും തടസ്സങ്ങളുണ്ടാകാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പാലിക്കണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചേക്കാം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടി കൂടുതൽ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടായിരിക്കേണ്ടതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധ പാലിക്കുക. സംഭാഷണത്തിൽ നല്ലതുപോലെ കരുതലും ശ്രദ്ധയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വളരെ ശ്രദ്ധയോടുകൂടി പരിശ്രമം ആവശ്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഇരിക്കുക. വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങി വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അശ്വതി നാളുകാരായ നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹസ്ഥിതി അറിഞ്ഞ് ശരിയായ രീതിയിൽ രാശി ചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികൾ നിർവഹിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ നിങ്ങളുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പ്രതികൂല സാഹചര്യം എന്ത് തന്നെ ആയാലും അതിനെയെല്ലാം മറികടന്ന് വിജയിക്കാനുള്ള മാർഗമുണ്ട്. ശരിയായി രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക.